ഹലോ സ്റ്റുഡൻസ്, ഹയർ സെക്കൻഡറിയിലെ കെമിസ്ട്രിയിലെ ദ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചില ഫോക്കസ് പോയിൻറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോളിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസും പ്രോപ്പർട്ടീസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഫോക്കസ് പോയിൻറ്റിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Based on structural features, solids are classified into two: crystalline solids and amorphous solids. Crystalline solids. Crystalline solids have long range odor, sharp melting point, anisotropic in nature, that is, physical properties are different in different directions. Example, salt, sugar. Amorphous solids. Amorphous solids have short range odor, no sharp melting point, isotropic in nature, that is, physical properties are same in all directions. Example, glass, plastic and gel solids. Crystal lattice. The 3D arrangement of constituent particles in a crystal is called crystal lattice or space lattice. 14 types of crystal lattices are possible, called Bravais lattices. What is unit cell? The smallest repeating unit in a crystal lattice is called unit cell. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് യൂണിറ്റ് സെൽ എന്ന്. ഒരു സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ്, ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റാണ് യൂണിറ്റ് സെൽ. ഈ യൂണിറ്റ് സെല്ലിനെ തന്നെ മെയിനായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഓർ സിമ്പിൾ യൂണിറ്റ് സെൽ, അതുപോലെ സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഈ രണ്ടായിട്ടാണ് മെയിനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിനെ തന്നെ എഗെയിൻ 3 ടൈപ്സിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു: ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ, ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ, എൻ സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഇനി നമുക്ക് ഈ ഓരോ യൂണിറ്റ് സെല്ലും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്താണെന്നാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, ഈ യൂണിറ്റ് സെല്ലിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അതിൻ്റെ കോർണേഴ്സിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഹെക്സഗണൽ, മോണോക്ലിനിക്, ഓർത്തോഹെഡ്രൽ, അങ്ങനെ പല സ്ട്രക്ചർ എടുത്താലും അതിൻ്റെ എല്ലാം കോർണേഴ്സിൽ കാണപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസാണ് ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ സിമ്പിൾ യൂണിറ്റ് സെൽ എന്നും വിളിക്കുന്നു. In this unit cell, the constituent particles are present at the corners only. ഇനി എന്തായിരിക്കും സെൻറ്റേഡ് യൂണിറ്റ് സെൽ? സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കോർണേഴ്സിലും അതർ പോർഷൻസിലും ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്. സോ ഇൻ ദിസ് യൂണിറ്റ് സെൽ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് അതർ പോർഷൻ. അപ്പോൾ നമ്മൾ എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു? യൂണിറ്റ് സെല്ല് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ഈ യൂണിറ്റ് സെല്ലിനെ മെയിനായിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും സെൻറ്റേഡ് യൂണിറ്റ് സെല്ലും. ഇനി ഈ സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിനെ തന്നെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെല്ലും, ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ലും, എൻ സെൻറ്റേഡ് യൂണിറ്റ് സെല്ലും. അപ്പോൾ എന്തായിരിക്കും ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ? ഇൻ ദിസ് യൂണിറ്റ് സെൽ the constituent particles are present at the corners and centers of each faces. കോർണേഴ്സിലും ഈച്ച് ഫേസിൻ്റെ സെൻറ്റേഴ്സിലും കാണപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്, അതായിരിക്കും ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ഇനി സെക്കൻഡ് വൺ, ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കോർണേഴ്സിലും ബോഡിയുടെ സെൻറ്ററിലുമായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻ ദിസ് യൂണിറ്റ് സെൽ the constituent particles are present at the corners and center of the body. നമ്മുടെ മൂന്നാമത്തെ ഏതാണ് യൂണിറ്റ് സെല്ല്? എൻ സെൻറ്റേഡ് യൂണിറ്റ് സെൽ. അപ്പോൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കോർണേഴ്സിലും ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസസിലുമായിട്ടായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ദ എൻ സെൻറ്റേഡ് യൂണിറ്റ് സെൽ the constituent particles are present at the corners and any two opposite faces. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച യൂണിറ്റ് സെല്ലിലെല്ലാം തന്നെ നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോ
യൂണിറ്റ് സെല്ലിലും എങ്ങനെയായിരിക്കും കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പഠിക്കാനും സാധിക്കും. ഇനി നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഡിഫറെൻറ്റ് ക്യൂബിക് യൂണിറ്റ് സെൽസ് നോക്കാം. പ്രിമിറ്റീവ് ഓർ സിമ്പിൾ ക്യൂബിക് സെല്ലിൽ കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ 1 ആറ്റംസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 4 പാർട്ടിക്കിൾസ് ആണ്. അത് പാർട്ടിക്കിൾസ് അറ്റ് ഓൾ കോർണേഴ്സിലും പിന്നെ എന്താണ് സെൻറ്റർ ഓഫ് ഈച്ച് ഫേസിലുമാണ് ഉള്ളത്. അതുകൊണ്ട് 4 ആറ്റംസ് ആണ് ഉള്ളത്. ഇനി ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 2 പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിൾസ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് അറ്റ് ദി സെൻറ്റർ. നമുക്കിനി എന്താണ് ക്ലോസ് പാക്കിംഗ് എന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, എന്താണ് യൂണിറ്റ് സെല്ല്, അവ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇനി അപ്പോൾ ക്ലോസ് പാക്കിംഗ് എന്തായിരിക്കും? ആ ഒരു ടേമിൽ തന്നെ ഇതിനുള്ള ഉത്തരവുണ്ട്. അതായത് ക്രിസ്റ്റൽസിൻ്റെ ഫോർമേഷനിൽ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അവൈലബിൾ സ്പേസിൽ എങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ക്ലോസ് പാക്കിംഗ് വരുന്നത്. അപ്പോൾ ഈ ക്ലോസ് പാക്കിംഗ് തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ക്ലോസ് പാക്കിംഗ് നോക്കാം. ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽസ് ദ പാക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ടേക്ക് പ്ലേസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ അവൈലബിൾ സ്പേസ് ഈസ് യൂസ്ഡ് മോസ്റ്റ് എക്കണോമിക്കലി. ദിസ് ടൈപ്പ് ഓഫ് പാക്കിംഗ് ഈസ് കോൾഡ് ക്ലോസ് പാക്കിംഗ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കോർഡിനേഷൻ നമ്പർ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ. 3D ഡയമെൻഷൻസിനെ ബേസ് ചെയ്ത് ക്ലോസ് പാക്കിങ്ങിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും. എന്താണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്? ദ AB പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഇൻ ക്രിസ്റ്റൽ. എക്സാമ്പിൾ സിങ്ക്, കാഡ്മിയം എക്സെട്ര possess HCP സ്ട്രക്ചർ. ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ ഈസ് 12. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്? ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിനെ മറ്റൊരു പേരാണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്, CCP എന്നും FCC എന്നും അറിയപ്പെടുന്നു. ദ ABC പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ. എക്സാമ്പിൾ കോപ്പർ, നിക്കൽ എക്സെട്ര. ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ ഈസ് 12. ഇനി നമുക്ക് എന്താണ് ഇൻ്റർസ്റ്റീഷ്യൽ വോയിഡ് എന്ന് നോക്കാം. നമ്മുടെ ക്ലോസ് പാക്കിങ്ങിൽ വരുന്ന വേക്കൻ്റ് സ്പേസിനെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ വോയിഡ് എന്ന് പറയുന്നത്. ദ വേക്കൻ്റ് സ്പേസ് പ്രസൻറ്റ് ഇൻ ക്ലോസ് പാക്കിംഗ് ഈസ് കോൾഡ് ഇൻ്റർസ്റ്റീഷ്യൽ വോയിഡ്. ദീസ് ആർ ഓഫ് 2 ടൈപ്സ്. ഇൻ്റർസ്റ്റീഷ്യൽ വോയിഡിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡ് എന്നും ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നും. എന്തായിരിക്കും ടെട്രാഹെഡ്രൽ വോയിഡ്? The void surrounded by 4 spheres is called tetrahedral void. അതായത് 4 സ്പിയേഴ്സിന് നടുവിലായി വരുന്ന ആ ഒരു വേക്കൻ്റ് സ്പേസിനെ, ആ വോയിഡിനെയാണ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഒക്ടാഹെഡ്രൽ വോയിഡ്? ദ വോയിഡ് സറൗണ്ടഡ് ബൈ 6 സ്പിയേഴ്സ് ഈസ് കോൾഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അതായത് 6 സ്പിയേഴ്സിന് നടുവിലായി വരുന്ന വോയിഡ് അല്ലെങ്കിൽ വേക്കൻ്റ് സ്പേസിനെയാണ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇംപെർഫെക്ഷൻസ് ഓർ ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റൽ നോക്കാം. ഒരു ക്രിസ്റ്റൽ ഫോർമേഷനിൽ, അതായത് പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള ആറ്റംസിൻ്റെയും അയോൺസിൻ്റെയും ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന എന്തെങ്കിലും ഒരു ഡീവിയേഷനെയാണ് ഇംപെർഫെക്ഷൻസ് അഥവാ ഡിഫെക്ട്സ് എന്ന് വിളിക്കുന്നത്. എനി ഡീവിയേഷൻ ഫ്രം പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ഇൻ ക്രിസ്റ്റൽസ് ഈസ് കോൾഡ് ഡിഫെക്ട്സ് ഓർ ഇംപെർഫെക്ഷൻസ്. ദീസ് ആർ ഓഫ് 2 ടൈപ്സ്, ലൈൻ ഡിഫെക്റ്റ് ആൻഡ് പോയിൻ്റ് ഡിഫെക്റ്റ്. ഈ പോയിൻ്റ് ഡിഫെക്ട്സിനെ തന്നെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോഷിയോമെട്രിക് പോയിൻ്റ് ഡിഫെക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് പോയിൻ്റ് ഡിഫെക്റ്റ് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫെക്റ്റ്. എന്താണ് ലൈൻ ഡിഫെക്റ്റ്? ലൈൻ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ
ഒരു ഐഡിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എൻ്റയർ റോസിൽ വരുന്ന ഒരു ഇറഗുലാരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷനെയാണ് ലൈൻസിൽ വരുന്ന ഡീവിയേഷനെയാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ലൈൻ ഡിഫക്ട്സ് ആർ ദ ഇറഗുലാരിറ്റീസ് ഓർ ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ അറേഞ്ച്മെൻറ്റ് ഇൻ എൻ്റയർ റോസ് ഓഫ് ലാറ്റിസ് പോയിൻറ്റ്സ്. എന്തായിരിക്കും പോയിൻ്റ് ഡിഫക്ട്സ്? അതായത് ഒരു ആറ്റം അതിൻ്റെ ലാറ്റിസ് സ്ട്രക്ചറിൽ നിന്നും മിസ്സിങ് ആവുന്ന ആ ഒരു ഡീവിയേഷനെയാണ് പോയിൻ്റ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. പോയിൻ്റ് ഡിഫക്ട്സ് ആർ വെയർ ആൻ ആറ്റം ഈസ് മിസ്സിങ് ഓർ ഈസ് ഇൻ ആൻ ഇറഗുലർ പ്ലേസ് ഇൻ ദ ലാറ്റിസ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് പോയിൻ്റ് ഡിഫക്റ്റ്. നമ്മുടെ പോയിൻ്റ് ഡിഫക്ട്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റ് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫക്റ്റ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ് സ്റ്റോഷ്യോമെട്രി ഓഫ് ദ സോളിഡ് ഈസ് കോൾഡ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിൻ്റെ മറ്റ് 2 പേരുകളാണ് തെർമോഡൈനാമിക് അഥവാ ഇൻട്രിൻസിക് പോയിൻ്റ് ഡിഫക്റ്റ്. ഈ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിനെ 2ആയി തിരിച്ചിരിക്കുന്നു: ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഫ്രം ലാറ്റിസ് സൈറ്റ്. ലാറ്റിസ് സൈറ്റിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസും കാറ്റയോൺസും മിസ്സിംഗ് ആവുന്നതിനെയാണ്, ആ ഒരു ഡിഫക്റ്റിനെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് വേക്കൻസി ഡിഫക്റ്റ് എന്നുകൂടി അറിയപ്പെടുന്നു. ഇവിടെ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഷോർട്ട് കീ ഡിഫക്റ്റ്. ദിസ് ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഫ്രം ലാറ്റിസ് സൈറ്റ്. ഇറ്റ് ഈസ് ഓൾസോ എ വേക്കൻസി ഡിഫക്റ്റ്. ഡ്യൂ ടു ദിസ് ഡിഫക്റ്റ് ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഡിക്രീസസ്. എക്സാമ്പിൾ NaCl. എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റിസ് സൈറ്റിൽ നിന്നും കാറ്റയോൺസിൻ്റെ ഡിസ്ലൊക്കേഷൻ, അതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രെങ്കൽ ഡിഫക്റ്റിനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും വിളിക്കുന്നത്. ഈ ഒരു ഡിഫക്റ്റിൽ ക്രിസ്റ്റൽസ് ചേഞ്ച് സംഭവിക്കുന്നില്ല. എക്സാമ്പിൾ AgCl, AgBr. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു പിക്ചറിലൂടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പോയിൻ്റ് ഡിഫക്റ്റിൽ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റാണ് നോക്കിയത്. സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് 2 ടൈപ്പ് ഉണ്ട്: ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും. ദെൻ സെക്കൻഡാണ് നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റ്. ഈ നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസീസ്. സെക്കൻഡ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ ഇൻ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. തേർഡ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. ഈ 3 നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റിൽ വരുന്നത്. നമുക്ക് എന്താണ് നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് നോക്കാം. ദ ഡിഫക്റ്റ് വിച്ച് ഡിസ്റ്റർബ് ദ സ്റ്റോഷ്യോമെട്രി ഓഫ് ദ സോളിഡ് ഈസ് കോൾഡ് നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റ്. ഇറ്റ് ഈസ് 3 ടൈപ്സ്. ഫസ്റ്റ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസീസ്. ആനയോണിൻ്റെ വേക്കൻസി മൂലം വരുന്ന ഒരു ഡിഫക്റ്റാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഈ ഒരു ഡിഫക്റ്റിൽ എന്താണ്, ലാറ്റിസ് സൈറ്റിൽ നിന്നും ആനയോൺ മിസ്സിങ് ആണ്. അപ്പോൾ അവിടെ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രോൺ അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നു. ആ ഒരു അതിനെയാണ് നമ്മൾ എഫ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊരു മറ്റൊരു പേരാണ് കളർ സെൻറ്റർ. കാരണം അവിടെ അങ്ങനെ ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഇലക്ട്രോണിൻ്റെ ആ സ്പേസ് ഒരു കളേർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എന്താണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസീസ്? ഇൻ ദിസ് ഡിഫക്റ്റ് ദ ആനയോൺ ഈസ് മിസ്സിംഗ് ഫ്രം ലാറ്റിസ് സൈറ്റ്. To maintain electrical neutrality, electron is occupied in the anionic vacancies. This center is called F center or color center. Due to the formation of F center, the crystals become colored. Example, heating of NaCl in an atmosphere of Na develops yellow color. That is, excess of Na in NaCl gives yellow color. Similarly, another example, excess of
Potassium in potassium chloride gives violet color. സെക്കൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് ആണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ ഇൻ ഇൻറ്റർസ്റ്റീഷ്യസ് സൈറ്റ്. ഇൻറ്റർസ്റ്റീഷ്യസ് സൈറ്റിൽ വരുന്ന എക്സ്ട്രാ കാറ്റയോൺ മൂലം ഉണ്ടാകുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ് ഇത്. അപ്പോൾ ഇൻറ്റർസ്റ്റീഷ്യസ് സൈറ്റിലെ എക്സ്ട്രാ കാറ്റയോൺസ് പ്രസൻ്റ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് നെയ്ബറിങ് ഇൻറ്റർസ്റ്റീഷ്യസ് സൈറ്റിൽ ഓൾസോ പ്രസൻ്റ് ആയിരിക്കും. The extra cations are present at the interstitial site. To maintain electrical neutrality, electrons is also present at the neighboring interstitial site. Example, when zinc oxide is heated, it loses oxygen and turns yellow in color. Here, excess zinc 2+ formed at the interstitial site and equivalent number of electrons are also accommodated in the neighboring interstitial site. നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റിലെ മൂന്നാമത്തെ ടൈപ്പാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അതായത് ഇവിടെ ലാറ്റിസ് സൈറ്റിൽ ചില കാറ്റയോൺസ് മിസ്സിംഗ് ആയിരിക്കും. അങ്ങനെ ഉള്ളപ്പോൾ അവിടെ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അഡ്ജസൻറ്റ് മെറ്റൽ ആറ്റം എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് അക്വയർ ചെയ്യുന്നു. എക്സാമ്പിൾ ഫെറിക് ഓക്സൈഡ്. സം കാറ്റയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ലാറ്റിസ് സൈറ്റ്. To maintain electrical neutrality, an adjacent metal atom acquires extra positive charge. നമ്മുടെ പോയിന്റ് ഡിഫക്റ്റിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് പോയിന്റ് ഡിഫക്റ്റാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ഫോറിൻ പാർട്ടിക്കിൾസ്. ഇറ്റ് ഈസ് ദ ഡിഫക്റ്റ് അറൈസിങ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ. Example, when molten sodium chloride NaCl is crystallized in presence of small amount of strontium chloride SrCl2, some Na plus ions are replaced by Sr2 plus ions and some cationic vacancies are formed. The number of cationic vacancies produced is equal to the number of Sr2 plus ions occupied. That is impurity defect. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ പോയിൻ്റ് ഡിഫക്റ്റിനെ മെയിനായിട്ട് മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. First, metal excess defect due to anion vacancies. Second, metal excess defect due to extra cation in interstitial site. Third, metal deficiency defect due to cation vacancies. ഇനി മൂന്നാമത്തെ നമ്മുടെ പോയിന്റ് ഡിഫക്റ്റാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽസിൻ്റെ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസുമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് അക്കോർഡിംഗ് ടു ബാൻഡ് മോഡൽ, കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. മെറ്റൽസിലും സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും ബാൻഡ് മോഡൽ വെച്ച് എങ്ങനെയാണ് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി നടക്കുന്നത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാൻഡ് മോഡൽ വെച്ചിട്ട് മെറ്റൽസിൽ 2 ടൈപ്പ് ബാൻഡ്സ് ആണുള്ളത്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. വാലൻസ് ബാൻഡിൽ ലോവർ എനർജി ഇലക്ട്രോൺ ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. കണ്ടക്ഷൻ ബാൻഡിൽ ഹൈ എനർജി അൺഒക്യുപ്പൈഡ് ബാൻഡായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി മെറ്റൽസിലും സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും എങ്ങനെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ബാൻഡ് മോഡൽ, in metal there are 2 types of bands, valence band and conduction band. Valence band is the lower energy electron occupied band and conduction band is the higher energy unoccupied band. In metals
The valence band is either partially filled or it is overlapped with the conduction band, so electrons can easily flow from valence band to the conduction band. In semiconductors, there is a small energy gap between the valence band and conduction band, and only a few electrons can enter into the conduction band, so they conduct only partially. In insulators, the gap between the valence band and the conduction band is large, and so they do not. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. അതിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ആൻറ്റിഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്റ്റ് ചെയ്യുമോ റിപ്പൽ ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. ഫസ്റ്റ്, paramagnetic substance. The substance which is weakly attracted by magnetic field is called a paramagnetic substance. It can be magnetized in a magnetic field in the same direction. It loses its magnetism in the absence of magnetic field. Paramagnetism is due to the presence of unpaired electrons. Example, O2, Cu2 plus, Fe3 plus. Second, diamagnetic substance. The substance which is weakly repelled by magnetic field is called a diamagnetic substance. It can be weakly magnetized in a magnetic field in the opposite direction. Diamagnetism is due to the absence of unpaired electrons. Example, NaCl, water, benzene. Third, ferromagnetic substance. The substance which is strongly attracted by magnetic field is called a ferromagnetic substance. It remains magnetism even in the absence of magnetic field. That is, it can be permanently magnetized. Ferromagnetism is due to the spontaneous alignment of magnetic moments in the same direction. These substances are used for making permanent magnet. Example, iron, cobalt, nickel. Fourth, antiferromagnetic substance. The substance which are expected to have high magnetic moments but actually it possesses zero magnetic moments are called antiferromagnetic substance. It is due to the alignments of magnetic moments in the opposite direction alternatively. Example, MnO. Fifth, ferrimagnetic substance. The substance which are expected to have high magnetic moments but actually it possesses small magnetic moments are called ferrimagnetic substance. Here, some of the magnetic moments are cancelled each other and remaining exhibit magnetic properties. Example, Fe3O4, Zn Fe2O4.